ജില്ലയിലെ ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമയാണ് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാൻ ഇന്ത്യ പഞ്ചായത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഗതം ഫാത്തിമ. കഴിഞ്ഞ ഭരണ കാലയളവിലെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നിങ്ങൾക്ക് നോക്കിക്കാണാനാവുക? 2020-25 സാമ്പത്തിക വർഷത്തെ ഭരണസമിതിയാണ് നിലവിൽ ഇരിക്കൂർ പഞ്ചായത്തിലുള്ളത്. അപ്പോൾ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ ഈ ഒരു പഞ്ചായത്തിൻ്റെത് എടുത്തു നോക്കുകയാണെങ്കിൽ വ്യാവസായിക മേഖല, കൃഷിയേക്കാൾ കൂടുതലും വ്യാവസായിക മേഖലയ്ക്ക് കൂടുതൽ മുൻതൂക്കം നൽകുന്ന ഒരു പഞ്ചായത്താണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ നടത്തി വരുന്നത്. കുടിൽ വ്യവസായം അടക്കം ഈ സ്ത്രീകളുടെ ഉന്നമനത്തിനായി വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമായി തൊഴിൽ സംരംഭങ്ങൾ അടക്കം തന്നെ നൽകി വരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് അല്ലേ? കുടുംബശ്രീ മുഖേന JLG ഫണ്ടും സംരംഭങ്ങൾക്കുള്ള ഫണ്ടൊക്കെ ഉപയോഗിച്ച് ഒരുപാട് വീട്ടമ്മമാർ സ്വയം സംരംഭങ്ങൾ തുടങ്ങിയും നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരിക്കൂർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പഞ്ചായത്താണ്. ഏകദേശം 11.5 കിലോമീറ്റർ വിസ്തൃതിയുള്ള പഞ്ചായത്താണ്. 13 വാർഡുകളാണുള്ളത്. ജനസാന്ദ്രത കുറച്ച് ഏറിയ പഞ്ചായത്തും കൂടിയാണ്. എന്നിരുന്നാലും തനത് ഫണ്ടൊക്കെ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട്. മുമ്പത്തെ പോലെയല്ല, ചെറിയൊരു മാറ്റം തനത് ഫണ്ടിന്റെ കാര്യത്തിലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ മാലിന്യമുക്തം നവകേരളം എന്നൊരു ആശയത്തിന് പിന്നാലെയാണ് സംസ്ഥാനം ഒട്ടാകെ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ഏതൊക്കെ തരത്തിലുള്ള സംഭാവനകളാണ് നൽകി വരുന്നത്? ഹരിത കർമ്മ സേനാംഗങ്ങൾക്കടക്കം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? MCFകൾ, മിനി MCFകളൊക്കെ എല്ലാം തന്നെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇതുവരെ? മാലിന്യമുക്തം നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമയാണ് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ഈ ഒരു ഭരണകാലയളവിലെ നിരവധിയായിട്ടുള്ള വികസന നേട്ടങ്ങൾ പഞ്ചായത്തിന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഹരിത കർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ അടക്കം തന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ്. മാലിന്യമുക്തം നവകേരളം എന്നൊരാശയത്തിലൂന്നി സംസ്ഥാനം ഒന്നാകെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ ഒരു പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഹരിത കർമ്മ സേനാംഗങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഈ സ്വന്തമായ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി വാഹനമടക്കം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഒപ്പം തന്നെ ഈ വ്യാവസായിക മേഖലയിലുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലായും ഇവിടെ നടന്നു വരുന്നത് എന്നും എടുത്തു പറയേണ്ടതുണ്ട്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന പഞ്ചായത്തുകളിൽ നിന്നെല്ലാം തന്നെ വിഭിന്നമായിട്ടാണ് ഇവിടെ വ്യാവസായിക മേഖലയിലേക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നു വരുന്നത്. കുടിൽ വ്യവസായമാണ് കൂടുതലായും ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്ത് നടന്നു വരുന്നത്. ഈ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഇത്. സ്ത്രീകളെ കേന്ദ്രീകരിച്ച് കൂടുതൽ ഈ കുടിൽ വ്യവസായ പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ നടന്നു വരുന്നത്. ഒപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ എടുത്തു പറയേണ്ടത് ടർഫ്, ഓപ്പൺ ജിം, പാർക്ക് തുടങ്ങിയവയെല്ലാം തന്നെ നിർമ്മിക്കാനുള്ള അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കെല്ലാം തന്നെ ഈ ചുവട് വയ്ക്കാനുള്ള മുന്നൊരുക്കത്തിൽ തന്നെയാണ് പഞ്ചായത്തുള്ളത്. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തി വരുന്നത്. ഈ വാമനം, നിലാമുറ്റം, തീർത്ഥാടന പാതയടക്കം തന്നെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ടത് ഒന്നാണ്. ആ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഇരിക്കൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 2 തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഇരിക്കൂറിലുള്ളത്. പ്രസിദ്ധമായ ഇരിക്കൂർ മാമാനം ക്ഷേത്രവും നിലാമുറ്റം പള്ളിയുമാണുള്ളത്. ഒട്ടനവധി തീർത്ഥാടകർ പുറത്തു നിന്ന് ഒക്കെ വരുന്നൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അവിടെ. ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഏകദേശം 75 ലക്ഷം രൂപയോളം മുതൽ മുടക്കിയാണ് ഇവിടെ ഒരു തീർത്ഥാടന പാത നിർമ്മിച്ചിട്ടുള്ളത്. ഈ 2 സ്ഥലങ്ങളിലേക്കും വരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശ്വാസകരമാണ്. കാരണം ഹൈവേയിലൂടെയാണ് ഈ 2 തീർത്ഥാടന പാതയും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നടന്നു പോകാൻ ഈ തീർത്ഥാടന പാത എന്തായാലും ഉപകരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ കുടിവെള്ളക്ഷാമം വലിയ രീതിയിൽ നേരിടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ ഇത്. ഇത്തരത്തിൽ ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? ഇതിന് മുന്നോടിയായിട്ട് കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു ഏരിയയാണ് ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത്. ലോറിയിൽ കുടിവെള്ളം എത്തിച്ചിട്ടാണ് പഞ്ചായത്ത് കുടിവെള്ളക്ഷാമം ഇതിന് മുന്നോടിയായിട്ട് തീർക്കുന്നത്. എന്നാൽ 2015 ജലനിധി പദ്ധതി ഇരിക്കൂർ പഞ്ചായത്തിൽ നിലവിൽ വന്നതിന് ശേഷം കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിധി വരെ പ്രശ്നം ഇല്ലാണ്ടാക്കിയിരിക്കുകയാണ്.
ഏകദേശം 2950 കുടുംബങ്ങളാണ് ജലനിധി പദ്ധതിയിൽ ഉപഭോക്താക്കളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇരിക്കൂർ പഞ്ചായത്തിൽ കുടിവെള്ളത്തിന് ഇപ്പോൾ നിലവിൽ ഒരു ക്ഷാമവും ഇല്ലാതെ ഒരു അവസ്ഥയാണുള്ളത്. ഈ യുവാക്കൾക്കും വിദ്യാഭ്യാസ രംഗത്തുമുള്ള ആളുകൾക്കുമായി തന്നെ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ നൽകി വരുന്നത്? ഈ ടർഫ്, ഓപ്പൺ ജിം, പാർക്ക് തുടങ്ങിയവയെല്ലാം തന്നെ ഈ ഒരു പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ടല്ലോ. വിദ്യാഭ്യാസ രംഗത്ത് പറയുകയാണെങ്കിൽ പഞ്ചായത്തിന്റെ കീഴിൽ എയ്ഡഡ് സ്കൂളും ഹൈസ്കൂളും ആണുള്ളത്. എന്നിരുന്നാലും എയ്ഡഡ് സ്കൂളിന് ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യങ്ങൾ പഞ്ചായത്ത് ഇതുവരെ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ശുദ്ധജല സ്കൂളുകളിലും വാട്ടർ പ്യൂരിഫയർ നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ സ്പോർട്സ് രംഗത്ത് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്പോർട്സ് കിറ്റ് എല്ലാ സ്കൂളുകൾക്കും ഈ വർഷത്തെ ഫണ്ടിൽ വകയിരുത്തിയിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ അടുത്ത വർഷത്തെ പദ്ധതിയിൽ നമ്മുടെ യുവാക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഓപ്പൺ ജിമ്മും ഹാപ്പിനെസ് പാർക്കും അതിനുവേണ്ടി ഫണ്ട് വകയിരുത്തുന്നത്. ബഹുമാനപ്പെട്ട MLA ഫണ്ടും പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടും ഉപയോഗിച്ചിട്ടാണ് ഈ ഫണ്ടിന് പ്രോജക്റ്റ് വെച്ചിട്ടുള്ളത്. തീർച്ചയായും 13 അംഗനവാടികളുണ്ട്. ആ 13 അംഗനവാടികളും സ്മാർട്ട് ആക്കാൻ സാധിച്ചു എന്നത് പഞ്ചായത്തിന്റെ വലിയൊരു നേട്ടത്തിൽ എടുത്തു പറയേണ്ടതല്ലേ? ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 13 അംഗൻവാടിയാണുള്ളത്. ആ 13 അംഗൻവാടിയും ഈ കാലയളവിനുള്ളിൽ സ്മാർട്ട് ആക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിലെല്ലാ അംഗൻവാടിക്ക് വേണ്ട നല്ല സൗകര്യങ്ങളും ഇതുവരെയായിട്ട് പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായാലും തന്നെ ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്? 2022 മെയ് മാസത്തിലാണ് ബഡ്സ് സ്കൂൾ ഇരിക്കൂർ പഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 16 കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും പഞ്ചായത്ത് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ സ്പോൺസർമാർ മുഖേന പഞ്ചായത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും സ്പോൺസർമാർ മുഖേനയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കൃഷിക്ക് പ്രാധാന്യമുള്ള, എന്നാൽ തന്നെ ഈ വ്യാവസായിക മേഖലയ്ക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ടെങ്കിലും കൃഷിക്ക് പ്രാധാന്യമുള്ള ഒരുപാട് കർഷകരുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഈ നിലവിൽ ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് വന്യജീവി ആക്രമണങ്ങൾ തന്നെയാണ്. ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തെ തടയാനുള്ള ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നിലവിൽ നൽകിക്കൊണ്ടുവരുന്നത്? കാർഷിക മേഖലയിൽ മുൻതൂക്കം ഉള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് ഇരിക്കൂർ പഞ്ചായത്ത്. പക്ഷേ കുറച്ചു കാലങ്ങളായി വന്യമൃഗശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടുപന്നികളെ ശല്യം, കുരങ്ങുകള്, മയില് എന്നീ 3 വിഭാഗങ്ങളിലുള്ള അവരെ കൊണ്ടാണ് കൂടുതലായിട്ട് ശല്യം അനുഭവപ്പെടുന്നത്. കാട്ടുപന്നികളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എംപാനൽ ഷൂട്ടർമാരെ വരുത്തുകയും അവരെ 2-3 പ്രാവശ്യം പഞ്ചായത്ത് സന്ദർശിക്കുകയും കാട്ടുപന്നികളെ വെടിവെച്ച് പോവുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ കുരങ്ങ് ശല്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവര് കൂട് വെക്കേണ്ട സംവിധാനം ഒരുക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ നിലവിൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ, അംഗീകാരങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്താണ്. നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഈ ഒരു പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? ഞങ്ങളുടെ പ്രധാന പ്രശ്നം ഫണ്ടിന്റെ അപര്യാപ്തത തന്നെയാണ്. കൂടാതെ പിന്നെ വേറെ ഒന്ന് സ്ഥലപരിമിതി. സ്ഥലം ഞങ്ങൾക്ക് കിട്ടാനില്ലാത്ത ഒരവസ്ഥയാണുള്ളത്. എന്നിരുന്നാലും ആവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഞങ്ങൾക്ക് 1.25 കോടി രൂപയുടെ ഫണ്ട് കുറവാണ് ഞങ്ങൾക്ക് സർക്കാർ വരുത്തിയിട്ടുള്ളത്. അത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം കൂടിയാണത്. നിലവിൽ ഭാവിയിൽ എന്തൊക്കെ പദ്ധതികളാണ്, പ്രവർത്തനങ്ങളാണ് ആവിഷ്കരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? റോഡ് വികസനമാണ് പ്രധാനപ്പെട്ടത്. ഇരിക്കൂർ ഒരുപാട് റോഡുകളും, കോൺക്രീറ്റ് റോഡുകളും ടാറിംഗ് റോഡുകളും ഉണ്ട്. ടാറിംഗ് റോഡുകളൊക്കെ നിലവിൽ ടാറിംഗ് റോഡുകളുടെ പ്രശ്നം പൂർത്തിയാക്കാൻ വേണ്ടി പഞ്ചായത്ത് ഏകദേശം എല്ലാ റോഡിനും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പണി തുടങ്ങി പകുതിയോളം റോഡിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടുകൂടി റോഡിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വാസം. ഇനി ഭാവിയിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ 13 അംഗനവാടികൾ സ്മാർട്ടാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നിലവിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? സ്കൂളുകളിൽ ഞങ്ങൾക്ക് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. കാരണം എയ്ഡഡ് സ്കൂളാണ്, പിന്നെ ഉള്ളത് ഹൈസ്കൂളാണ്. അപ്പൊ അതിന് ഫണ്ട് വെക്കുന്നതിലുള്ള പരിമിതിയുണ്ട്. എന്നിരുന്നാലും DPC അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്കൂളിന് ആവശ്യമായ ഫണ്ട് ഞങ്ങൾ വകയിരുത്തുന്നതാണ്. കൂടാതെ തന്നെ ഇരിക്കൂർ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു
വികസനം, ഇനി വരുന്ന വികസനം എന്ന് വെച്ചാൽ ടർഫാണ്. ഇരിക്കൂർ പെരുവളത്തോറമ്പിൽ ഒരു ടർഫിന് ഏകദേശം പകുതിയോളം പണി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കേണ്ട ഫണ്ട് നമ്മുടെ ഈ വർഷം വകയിരുത്തിയിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടിയിലേക്ക് പോയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയാൽ നമ്മുടെ യുവാക്കൾക്ക് ഒരുപാട് ആശ്വാസകരമാകും. തീർച്ചയായും ഒപ്പം തന്നെ ഈ ലൈഫ് PMAY പദ്ധതി പ്രകാരം ആളുകളിലേക്ക് കൂടുതൽ വീടുകൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ലൈഫിന്റെയും PMAYന്റെ ഒക്കെ ലിസ്റ്റിൽ ഏകദേശം 200 പേർ ആണ് ഉള്ളത്. അവർക്ക് ആവശ്യമായുള്ള തുക ഞങ്ങൾ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് ഫണ്ടും കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ അവരോടൊക്കെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ ഹഡ്കോ വഴി ലോണിനും അപേക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ പൂർത്തിയായാൽ നമ്മുടെ ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ പറ്റും. ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമയാണ് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മളോടൊപ്പം പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി ഫാത്തിമ.